Radio Lime News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം ശ്രോതാക്കളെ, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. എഥിലീൻ ഓക്സൈഡ് കണ്ടെത്തി. ഇന്ത്യയിൽ നിന്നുള്ള സുഗന്ധവ്യഞ്ജന ഇറക്കുമതിക്ക് ബ്രിട്ടനിൽ കർശന നിയന്ത്രണം. ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ സുഗന്ധവ്യഞ്ജനങ്ങളുടെയും ഇറക്കുമതിക്ക് ബ്രിട്ടനിൽ കടുത്ത നിയന്ത്രണ നടപടികൾ നടപ്പാക്കി. 2 ബ്രാൻഡുകൾക്കെതിരായ ശുചിത്വ സംബന്ധമായ ആരോപണത്തെ തുടർന്നാണ് നടപടി. ഇതോടെ ബ്രിട്ടനിൽ എല്ലാ ഇന്ത്യൻ സുഗന്ധവ്യഞ്ജനങ്ങളുടെയും സൂക്ഷ്മ പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട്. ക്യാൻസറിന് കാരണമാകുന്ന കീടനാശിനിയായ എഥിലീൻ ഓക്സൈഡ് ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഹോങ്കോങ് കഴിഞ്ഞ മാസം MDH നിർമ്മിച്ച 3 സുഗന്ധവ്യഞ്ജന മിശ്രിതങ്ങളുടെയും എവറസ്റ്റിന്റെ ഒരെണ്ണത്തിന്റെയും വിൽപ്പന നിർത്തിവച്ചിരുന്നു. എവറസ്റ്റ് മിക്സ് തിരിച്ചു വിളിക്കുവാൻ സിംഗപ്പൂരും ഉത്തരവിട്ടിരുന്നു. ന്യൂസിലൻഡ്, യുണൈറ്റഡ് സ്റ്റേറ്റ്, ഇന്ത്യ, ഓസ്ട്രേലിയ എന്നിവ ഈ 2 ബ്രാൻഡുകളായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതായി അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയ ബ്രാൻഡുകളായ MDHും എവറസ്റ്റും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഉപഭോഗത്തിന് സുരക്ഷിതമാണെന്ന് അവകാശപ്പെട്ട് ഇന്ത്യയിൽ നിന്നുള്ള എഥിലീൻ ഓക്സൈഡ് ഉൾപ്പെടുന്ന സുഗന്ധവ്യഞ്ജനങ്ങളിൽ കീടനാശിനിയുടെ ഉപയോഗം കണ്ടെത്തിയ സാഹചര്യത്തിലാണ് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്ന് UK ഫുഡ് സ്റ്റാൻഡേർഡ് ഏജൻസി വ്യക്തമാക്കി. 3.5 ബില്യൺ പൗണ്ട് മുടക്കി റോയൽ മെയിലിനെ ഏറ്റെടുക്കുവാനൊരുങ്ങി ചെക്ക് റിപ്പബ്ലിക്കിലെ ശതകോടീശ്വരൻ. ബ്രിട്ടന്റെ നിത്യജീവിതത്തിൽ ജീവനാഡിയായി പ്രവർത്തിക്കുന്ന റോയൽ മെയിലിന്റെ 3.5 ബില്യന്റെ നിക്ഷേപം നടത്തി ഉടമസ്ഥാവകാശം സ്ഥാപിക്കാനൊരുങ്ങി ചെക്ക് റിപ്പബ്ലിക്കിലെ ശതകോടീശ്വരൻ ഡാനിയൽ ക്രണ്ടസ്കി. ചെക്ക് റിപ്പബ്ലിക്കിലെ EP ഗ്രൂപ്പിന്റെ സ്ഥാപകനാണ് ക്രണ്ടസ്കി. റോയൽ മെയിലിന്റെ മാതൃകമ്പനിയായ ഇന്റർനാഷണൽ ഡിസ്ട്രിബ്യൂഷൻ സർവീസിന്റെ ഓഹരികൾ 3.70 പൗണ്ട് നിരക്കിൽ ഏറ്റെടുക്കുവാൻ തയ്യാറാണെന്ന് EP ഗ്രൂപ്പിന്റെ പ്രപ്പോസൽ. ക്രണ്ടസ്കിയുടെ ഓഹരി നിക്ഷേപ കമ്പനിക്ക് നിലവിൽ റോയൽ മെയിലിന്റെ 27.6% ഓഹരികൾ സ്വന്തമായുണ്ട്. പൊണ്ണത്തടി കുറയ്ക്കുവാൻ പുരുഷന്മാർക്ക് 400 പൗണ്ട് വരെ നൽകുവാൻ NHS. പൊണ്ണത്തടിയും അതുമൂലമുണ്ടാകുന്ന രോഗാവസ്ഥകളും NHSന് വലിയ ബാധ്യതയാണ്. അതിനാൽ NHS വലിയ ബോധവൽക്കരണമാണ് നടത്തുന്നത്. സർക്കാർ മുമ്പ് ഷുഗർ ടാക്സ് പോലുള്ള നടപടികൾ കൊണ്ടുവന്നിട്ടും ലക്ഷ്യം കൈവരിക്കാനായില്ല. ഇപ്പോഴിതാ പൊണ്ണത്തടിയുള്ള പുരുഷന്മാർക്ക് 400 പൗണ്ട് വരെ നൽകി അമിതഭാരം കുറയ്ക്കുവാനുള്ള പ്രോത്സാഹനവുമായി NHS രംഗത്തു വന്നു. ഇതോടൊപ്പം സന്ദേശങ്ങൾ അയച്ച് ഭാരം കുറയ്ക്കുവാനുള്ള ഓർമ്മപ്പെടുത്തലും നൽകും. ഗെയിംസ് ഓഫ് സ്റ്റോൺസ് എന്ന വിളിപ്പേരുമായാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. കെബാബ് ഷോപ്പ് ഒഴിവാക്കാൻ വീട്ടിലേക്ക് വഴിമാറി പോകുവാനും ശരീരത്തെ സ്കിപ്പായി ഉപയോഗിക്കരുതെന്നും ഉൾപ്പെടെയുള്ള സന്ദേശങ്ങളാണ് ദൈനംദിന ടിപ്പുകളായി തേടിയെത്തുക. NHSൽ ഉടനീളം ഈ സ്കീം നടപ്പിലാക്കുമെന്ന് ഗവേഷകർ പറഞ്ഞു. സ്ലിമ്മിംഗ് ക്ലാസുകളെ അപേക്ഷിച്ച് ആളുകൾ കൂടുതൽ ഭാരം കുറച്ചതായി ഇവർ കണ്ടെത്തി. ഇനി നാട്ടിലെ വാർത്തകൾ. കെജ്രിവാളിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജി തള്ളി EDക്ക് തിരിച്ചടി. ഇടക്കാല ജാമ്യത്തിൽ പുറത്തെത്തിയ അരവിന്ദ് കെജ്രിവാളിനെതിരെ നടപടിയെടുക്കണമെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഹർജി സുപ്രീം കോടതി തള്ളി. ആം ആദ്മിക്ക് നിങ്ങൾ വോട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ജയിലിലേക്ക് മടങ്ങേണ്ടി വരില്ല എന്ന കെജ്രിവാളിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രസംഗത്തിലെ വാക്കുകൾ ജാമ്യ വ്യവസ്ഥകൾക്ക് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ED സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്നാൽ കെജ്രിവാൾ വ്യവസ്ഥകൾ ലംഘിച്ചിട്ടില്ലെന്ന് കോടതി അറിയിച്ചു. വ്യക്തിപരമായ അഭിപ്രായമാണ് പങ്കുവച്ചതെന്നും അതിൽ തെറ്റില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കോടതിയുടെ പ്രസ്താവനയിൽ കാര്യങ്ങൾ വിശദമാക്കിയിട്ടുണ്ടെന്നും കെജ്രിവാളിന്റെ അനുമാനങ്ങളിൽ ഇടപെടാൻ തങ്ങൾക്ക് സാധിക്കില്ലെന്നും പറഞ്ഞ കോടതി ഉത്തരവ് വ്യക്തമാണെന്നും ജൂൺ 2 മുഖ്യമന്ത്രി ജയിലിലേക്ക് മടങ്ങുമെന്നും അറിയിച്ചു. ആർക്കുവേണ്ടിയും തീരുമാനം മാറ്റുകയില്ല. എന്തെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അത് സ്വാഗതം ചെയ്യുന്നു. ജാമ്യം എന്തൊക്കെ കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മുൻപ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും കോടതി പറഞ്ഞു. 4 വയസ്സുകാരിക്ക് കൈവിരലിനു പകരം നാവിൽ ശസ്ത്രക്രിയ. ഡോക്ടർക്ക് സസ്പെൻഷൻ. മെഡിക്കൽ കോളേജ് മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ 4 വയസ്സുള്ള പെൺകുട്ടിയെ ശസ്ത്രക്രിയ ചെയ്തപ്പോൾ പിഴവ് സംഭവിച്ചെന്ന പരാതിയിൽ ഡോക്ടർ ബിജോൺ ജോൺസിനെ സസ്പെൻഡ് ചെയ്തു. സംഭവത്തെപ്പറ്റി അടിയന്തരമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാൻ മന്ത്രി വീണ ജോർജ് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. തുടർ നടപടികൾ അന്വേഷണത്തിന് ശേഷം മാത്രമേ സ്വീകരിക്കാനാവൂവെന്നും കോഴിക്കോട് മാതൃശിശു സംരക്ഷണ കേന്ദ്രം അറിയിച്ചു. കൈവിരലിന്റെ ശസ്ത്രക്രിയക്കെത്തിയ 4 വയസ്സുകാരിക്കാണ് നാവിൽ ശസ്ത്രക്രിയ നടത്തിയത്. വിഷയത്തിൽ ആരോഗ്യ ശിശു സംരക്ഷണ വകുപ്പിന് നേരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. കൂടാതെ കുട്ടിയുടെ മാതാപിതാക്കൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കനത്ത മഴ, പലയിടത്തും വെള്ളക്കെട്ട്. അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ തുറക്കും. വൈകിട്ട് 3 മുതൽ 4 വരെ പെയ്ത ശക്തമായ മഴയിൽ നഗരത്തിന്റെ പ്രധാന ഇടങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. തമ്പാനൂർ ജംഗ്ഷനിലടക്കം വെള്ളക്കെട്ട് മൂലം ജനങ്ങൾ ബുദ്ധിമുട്ടിലായി. ജില്ലയുടെ മലയോര മേഖലയിലും കനത്ത മഴയാണ് ഇന്നുണ്ടായത്. അരുവിക്കര ഡാമിന്റെ 2 ഷട്ടറുകൾ ഇന്ന് 10 സെന്റിമീറ്റർ വീതം തുറക്കുമെന്ന് അറിയിപ്പുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിലും വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ഉണ്ടായിരുന്നു. ഇനി കായിക വാർത്തകൾ.
ഇന്ത്യക്കെതിരെ കളിക്കുമ്പോൾ പാകിസ്ഥാൻ ടീമിന് മാനസിക സമ്മർദ്ദം കൂടുതലാണെന്നും ഇതാണ് പല മത്സരങ്ങളിലും ടീം തോൽക്കാൻ കാരണമെന്നും പാക് ടീം മുൻ ക്യാപ്റ്റൻ മിൻസ്ബാഹുൽ ഹക്ക് വരുന്ന 2020 ലോകകപ്പിലും ഇന്ത്യക്കെതിരായ മത്സരത്തിൽ പാകിസ്ഥാനെ ഈ മാനസിക സമ്മർദ്ദം അലട്ടുമെന്നും ഒരു ചാനൽ ചർച്ചയ്ക്കിടെ മിസ്ബാഹ് പറഞ്ഞു. ഏത് ടൂർണമെന്റ് ആയാലും കരുത്തരായ ടീമാണ് ഇന്ത്യ. ഇത് പാകിസ്ഥാനെ മാനസികമായ സമ്മർദ്ദത്തിലാക്കാറുണ്ട്. ഇത്തരം സമ്മർദ്ദം മറികടക്കാൻ ഓസ്ട്രേലിയൻ ടീമിനെ പോലുള്ള മനോഭാവം വേണം. ലോകകപ്പ് വിരാട് കോഹ്ലിയുടെ പ്രകടനം നിർണായകമാണെന്നും മിസ്ബാഹ് പറഞ്ഞു. ജൂൺ 9 ന്യൂയോർക്കിലാണ് ഇന്ത്യ പാക് മത്സരം. മാഞ്ചസ്റ്റർ സിറ്റിക്ക് വിജയം. അവസാന മത്സരം ജയിച്ചാൽ കിരീടം. ഇത് ചരിത്ര നേട്ടം. എർലിംഗ് ഹാലൻഡിന്റെ ഡബിൾ ഗോൾ തിളക്കവുമായി ഡോട്ടാനത്തെ 2-0 തോൽപ്പിച്ച മാഞ്ചസ്റ്റർ സിറ്റി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ കിരീടത്തിനരികെ നിൽക്കുകയാണ്. തുടർച്ചയായി 4ാം വർഷവും പ്രീമിയർ ലീഗ് കിരീടം നേടാൻ സിറ്റിക്ക് ഇനി വേണ്ടത് ഒരേ ഒരു വിജയം കൂടി മാത്രം. 2ാം സ്ഥാനക്കാരായ ആർസനലുമായി 2 പോയിന്റ് ലീഡുള്ള സിറ്റി ലീഗിലെ അവസാന മത്സരത്തിൽ വെസ്റ്റ് ഹാമിനെ നേരിടും. ആർസനലും എവർട്ടനുമാണ് അവസാന ലീഗ് പോരാട്ടം. അവസാന മത്സരത്തിൽ ജയിക്കുകയെന്ന ഒറ്റ ലക്ഷ്യത്തോടെ ആർസനൽ കളത്തിലിറങ്ങുമ്പോൾ ലീഗിന് ഫോട്ടോ ഫിനിഷിന്റെ ആവേശം. കഴിഞ്ഞ ദിവസം ഡോട്ടനം ഹോട്ട്സ്പർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ കെവിൻ ഡിബ്രൂനയുടെ ക്രോസിൽ നിന്ന് 51ാം മിനിറ്റിൽ ഹാലൻഡ് ആദ്യ ഗോൾ നേടി. ഇഞ്ചുറി ടൈമിൽ ലഭിച്ച പെനാൽറ്റി സ്പോട്ട് കിക്ക് ലക്ഷ്യത്തിലെത്തിച്ചാണ് ഹാലൻഡ് ഡബിൾ തികച്ചത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ തുടർച്ചയായ 4 തവണ ചാമ്പ്യന്മാരായ ഒരു ക്ലബ്ബുമില്ല. ഇത്തവണ സിറ്റി ജേതാക്കളായാൽ അത് ചരിത്രമാകും. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 105.64 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.